പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ ഇരിപ്പാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. एक और मौका प्रभु के वचन के सामने प्रभु ने हमें दिया, हम परमेश्वर को धन्यवाद देते हैं। ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ്. इन दिनों में हम परमेश्वर के वचन की बहुत ही खास बातों के बारे में सीख रहे हैं। ഒരു പക്ഷേ ചില ആഴ്ചകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പർവ്വത പ്രസംഗത്തെ ചില ആഴ്ച കൊണ്ട് തീർക്കുവാൻ നമുക്ക് കഴിയും. हो सकता है कि हम कुछ हफ्तों में इस पहाड़ी उपदेश को हम पूरा कर लें। പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് വളരെ സമയമെടുത്ത് ഓരോ വചനത്തിന്റെയും ആഴത്തിലേക്ക് കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾ ചിലവഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് പ്രയോജനം ഉണ്ടായിത്തീരണം. और अगर आप ये पूछें कि हम इस बाइबल अध्ययन में इतना ज्यादा समय क्यों ले रहे हैं, तो उसका कारण ये है कि इस बाइबल अध्ययन से आपकी जिंदगी में कुछ फायदा होना चाहिए। ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുവാനായി ശ്രമിച്ചെന്നിരിക്കത്തില്ല, അതിനുള്ള അവസരം നമുക്ക് ലഭിച്ചു എന്ന് ഉണ്ടാകണമെന്നില്ല. हो सकता है कि वचन के इस हिस्से को पढ़ने का, उसका अध्ययन करने का हमें आगे मौका न मिले या हम उसके बारे में फिर ना पढ़े। അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം വളരെ തക്കത്തിൽ ഉപയോഗിക്കണം. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. इसलिए प्रभु ने हमें जो मौका दिया उसका सही इस्तेमाल करना, और हम इस दुआ के साथ में बैठे कि प्रभु हमसे बात कर। സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കും അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ നിങ്ങൾക്കും അത് ഒരുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. बोलने वाले हम लोगों के लिए भी और सुनने वाले आप सबके लिए भी आत्मिक जिंदगी में ये उपयोगी बनने पाए। കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകത ആത്മീകമായ നന്മകൾ മാത്രമല്ല, ദൈവത്തെ നാം അനുസരിച്ച് കഴിയുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് കഴിയുമ്പോൾ ഭൗതികമായ നന്മകൾ കൊണ്ടും കർത്താവ് നമ്മളെ നിറയ്ക്കും. प्रभु के वचन की खासियत यह है कि जब हम प्रभु के आज्ञा को मानते हैं, जब उसके वचन के सामने समर्पित करते हैं, तो न सिर्फ आत्मिक बल्कि भौतिक आशीषों से भी प्रभु हमें भरता है। സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മൾ ഒരു ഡോക്ടറിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ ഡോക്ടർ പറഞ്ഞു തരുന്ന മരുന്നുകൾ വിശ്വാസത്തിൽ നമ്മൾ കഴിക്കും. കാരണം അത് വിഷമാണോ നല്ലതാണോ എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല. നമ്മൾ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ പറയുന്ന ഡോക്ടറിനെ വിശ്വസിക്കുന്നത് കൊണ്ട് അയാൾ തരുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിച്ച് നമ്മൾ കഴിക്കും എന്നുള്ളതൊരു സത്യമാണ്. हम जब एक डॉक्टर पर भरोसा करते हैं तो वो जो भी दवाई हमें देता है, हम आंख बंद करके पूरा उस पर भरोसा हम उस पर रखते हैं। इसलिए हम ये नहीं सोचते कि वो जहर है कि वो अच्छा है क्या है, हम उस दवाई को आंख बंद करके ले लेते हैं, और ये एक सच है। നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ചില ഡോക്ടേഴ്സിന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ ചില റിപ്പോർട്ടുകളൊക്കെ എടുത്തിട്ട് അവർ പറയുക, സർജറി വേണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹാർട്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റൊമക്ക് വയർ ഓപ്പൺ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു തർക്കവും ഇല്ലാതെ, ഒരു റിബല്യസും ഇല്ലാതെ നമ്മളെ ശാന്തമായിട്ട് അവർക്ക് കീഴ്പ്പെടുക. ഓർക്കണമേ, നമ്മുടെ സ്വന്തം ശരീരം വെട്ടിമുറിക്കുവാൻ തക്കവണ്ണം നമ്മൾ സമർപ്പിച്ചു കൊടുക്കുകയാണ്. कुछ डॉक्टरों के पास में जब हम जाते हैं तो जांच पड़ताल के बाद में वो लोग कहते हैं कि हार्ट को ओपन करना पड़ेगा, यानी दिल को जो है वो ओपन करना पड़ेगा, चीरा लगाना पड़ेगा, या हमारा पेट जो है उसको चीरा लगा के खोलना पड़ेगा। और हम कोई तर्क नहीं करते, कोई बहस नहीं करते हैं, हम उनकी बात मान लेते हैं। सोच के देखिएगा कि हम अपने खुद के शरीर पर चीरा लगाने के लिए, उसको काटने के लिए इजाजत दे रहे हैं। നമ്മുടെ കർത്താവ് നമ്മളോട് ആരോടും പറഞ്ഞില്ല ഹാർട്ട് ഓപ്പൺ ചെയ്യണമെന്നോ വയർ ഓപ്പൺ ചെയ്യണമെന്നോ തല ഓപ്പൺ ചെയ്യണമെന്നോ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞിട്ടുള്ളത് ശാന്തമായി നമുക്ക് അനുസരിക്കുവാൻ തക്കവണ്ണം കഴിയാവുന്നതാണ്. എങ്കിലും നമ്മൾ ദൈവത്തോട് മറുതലിച്ചുകൊണ്ടിരിക്കുന്നു. हमारे प्रभु ने हमसे किसी से ये नहीं कहा है कि तुम्हारा जो हृदय है या दिल है उसको चीर कर उसको खोलना पड़ेगा, या पेट पर चीरा लगाना पड़ेगा, या फिर सिर पे चीरा लगाना पड़ेगा। कुछ नहीं कहता, प्रभु ऐसा कुछ भी नहीं कर रहा। लेकिन फिर भी हम प्रभु जो कहता है उसे आसानी से, आराम से मान सकते हैं। इसके बावजूद हम प्रभु के खिलाफ बलवा करते आ रहे हैं। നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ സഹോദരങ്ങളെ, നമുക്ക് എത്രമാത്രം ഈ മുമ്പേ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഉത്സാഹം, നമ്മൾ അതിന് വില കൊടുക്കുവാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെ കാത്തു നിൽക്കുന്നത്, ക്യൂവിൽ എത്ര നാൾ വേണേലും നിൽക്കാൻ തയ്യാറാ, ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളെ തന്നെ മുറിക്കാൻ നമ്മൾ തയ്യാറാകും. പക്ഷേ നിത്യമായ ജീവിതത്തിൽ ഒരിക്കലും നിത്യ നരകത്തിലേക്ക് നമ്മൾ വീഴാതിരിപ്പാൻ തക്കവണ്ണം
നമ്മളെ സ്നേഹിച്ച് ദൈവവചനം തരുന്ന കർത്താവിന് കീഴ്പ്പെടുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? आप सोच कर देखिए कि उन डॉक्टरों के पास में हम लाइन लगाकर कितनी भी देर तक इंतजार करने के लिए तैयार तैयार हैं, लाखों रुपए देकर हम इलाज करवाने के लिए, चीरफाड़ के लिए तैयार रहते हैं, पर वो परमेश्वर जो हमें अनंत जीवन देता है, वो परमेश्वर जो हमें जीवन देता है, उसकी बात मानने से हम क्यों हिचकिचाते हैं, पीछे हटते हैं? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധി നമ്മൾ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവനും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വസ്ഥതയും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ നമുക്ക് കഴിയും. अगर हम प्रभु की बात को मानते हैं तो न सिर्फ इस दुनिया में बल्कि हमेशा हमेशा के लिए हम अपनी जिंदगी में शांति को, आनंद को पा सकते हैं, महसूस कर सकते हैं। കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. पिछले हफ्ते हमने मत्ती का सुसमाचार 5वां अध्याय उसके 17वें वचन से देखा था। അവിടെ നമ്മൾ കേട്ടു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത്. वहां हमने पढ़ा, यह न समझो कि मैं व्यवस्था या भविष्यद्वक्ताओं की पुस्तकों को लोप करने आया हूं, लोप करने नहीं परंतु पूरा करने आया हूं। കഴിഞ്ഞ ഒരാഴ്ചയിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ 1 മണിക്കൂർ മുഴുവനും നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നതെന്ന്. पिछले हफ्ते पूरे 1 घंटे की क्लास में हमने इस बात को सीखा कि किस तरह से पुराने नियम की व्यवस्था को पवित्र आत्मा ने नए नियम की हम लोग जो विश्वासी हैं हमारे हृदयों में लिखा है। യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു വലിയ സംഭവം നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലുള്ള മനുഷ്യർ ആദ്യമായി ഒരുവനെ കാണുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനെ. प्रभु यीशु मसीह जब इस दुनिया में आया तो सबसे बड़ी एक बात हुई, और वो बात ये है कि इस दुनिया के लोगों ने पहली बार एक ऐसे व्यक्ति को देखा जो स्वर्ग से उतर कर आया था। യേശു കർത്താവ് വരുന്നതിന് മുമ്പ് അനേക ദൈവ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ദൈവിക അരുളപ്പാടുകൾ, ആലോചനകൾ കൊടുത്തിരുന്ന പ്രവാചകന്മാർ ജീവിച്ചിരുന്നു. വലിയവനായ ദൈവത്തെക്കുറിച്ചും അവിടുത്തെ ശ്രേഷ്ഠമേറിയ പ്രമാണങ്ങളെക്കുറിച്ചും ലോകത്തിൽ ജനത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു, അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. प्रभु यीशु के आगमन से पहले इस दुनिया में बहुत से परमेश्वर के लोग रहे, परमेश्वर के दास लोग रहे, बड़े बड़े भविष्यद्वक्ता जो परमेश्वर की वाणी लोगों को सुनाते थे, और ऐसे बहुत से बड़े बड़े परमेश्वर के जन जो परमेश्वर की व्यवस्था के बारे में लोगों को बताते और सिखाते रहे थे। എന്നാൽ അവർ ആരും അവരുടെ കണ്ണുകൾ കൊണ്ട് സ്വർഗം കണ്ടിരുന്നില്ല. എന്നാൽ അവർ ആരും തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കണ്ടിരുന്നില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ കേൾക്കുക മാത്രമേ അവർ ചെയ്തിരുന്നുള്ളൂ. और उनमें से किसी ने कभी अपनी आंखों से स्वर्ग को नहीं देखा था, उनमें से किसी ने अपनी आंखों से परमेश्वर को कभी नहीं देखा था। उन्होंने सिर्फ वही वो जानते थे जो परमेश्वर ने उनको बताया था। എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? സാക്ഷാൽ ദൈവമായിരുന്നവൻ, ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, സ്വർഗത്തെ ഉണ്ടാക്കിയവൻ, സ്വർഗത്തിന്റെ മകുടമായിരിക്കുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളോട് പറയുക, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നുവെന്ന്. और जब प्रभु यीशु मसीह जब इस दुनिया में आया तब क्या हुआ? वो जो साक्षात परमेश्वर था, जो स्वर्ग का ताज था, जो स्वर्ग में विराजमान जो था, वो इस धरती पर आकर ये कहता है कि जिसने मुझे देखा है उसने पिता को देखा है। ലോകത്തിലെ മനുഷ്യരുടെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യർക്കൊക്കെ നിങ്ങൾക്കറിയാം, മോക്ഷത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, മുക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിത്യത എന്നുള്ളത് മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യരുടെ ഒക്കെയും ആഗ്രഹം മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തണമെന്നാണ്. इस दुनिया में परमेश्वर का भय मानने वाले लोग, हम जानते हैं, हमने मोक्ष या मुक्ति के बारे में सुना होगा, तो उन सब की जो परमेश्वर का भय मानते हैं उनकी इच्छा ये है कि वो मृत्यु के बाद में मोक्ष को पाए या मुक्ति को पाए। ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, യേശു കർത്താവ് വരുന്നത് വരെ ഈ ഭൂമിയിലുള്ള മനുഷ്യരൊക്കെയും മുക്തിക്കുള്ള മാർഗങ്ങൾ, മോക്ഷത്തിനുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. നിങ്ങൾ ഈ വഴിയെ പോണം, ഈ വഴിയെ പോണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന്. प्रभु यीशु मसीह के आने तक, मैंने आपको बताया कि प्रभु यीशु मसीह के आने तक इस दुनिया के लोग मोक्ष या मुक्ति की खोज कर रहे थे,
और लोग उनको ये बता रहे हैं कि तुम अगर इस तरह से करोगे तो तुम मोक्ष या मुक्ति को पा सकोगे, तुम परमेश्वर को प्रसन्न कर सकोगे। എന്നാൽ മനുഷ്യന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരുവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, എന്നെ അനുഗമിക്ക, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ഇരിക്കുവാനായിട്ട് പറ്റുമെന്ന്. पर इस दुनिया में पहली बार एक व्यक्ति आकर ये कहता है कि मेरे पीछे हो लो, जहां मैं जा रहा हूं तुम वहां आओगे, जहां मैं हूं वहां तुम भी रहोगे। സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, അറിയാത്ത വഴിയിലൂടെ ചില മണിക്കൂറുകൾ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് വാഹനത്തിലുള്ള യാത്രയായി, വണ്ടി ഓടിച്ചു പോവുകയായിരിക്കട്ടെ, നടന്നു പോയിക്കൊള്ളട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എത്രമാത്രം അതിന് തയ്യാറാകും. ആ റൂട്ട് നമ്മൾ പഠിക്കും, ആ വഴികൾ പഠിക്കും, അവിടെ പോയിട്ടുള്ളവരോട് വിളിച്ച് ചോദിക്കും, അത് മാത്രമല്ല സാഹചര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കും. എത്രമാത്രം ടെൻഷൻ ആയിരിക്കും, എത്രമാത്രം സ്ട്രെസ് ആയിരിക്കും നമുക്ക് ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ്. भाइयों, आप सोच के देखिएगा, किसी अनजाने रास्ते पे अगर हमें कुछ घंटे जाना पड़े, चाहे वो गाड़ी में हो या पैदल चलना पड़े, तो हमारे अंदर इस बात की कितनी ज्यादा टेंशन होगी, कितनी हम उसके बारे में पूछताछ करेंगे, जांच पड़ताल करेंगे। जो लोग कभी उस जगह पे गए हैं उनसे हम पूछेंगे, कितना इसके बारे में हम चिंतित रहेंगे। ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം എനിക്കറിയാം, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ ആ നിമിഷം, ഞാൻ മരിക്കുന്ന നിമിഷം, ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ദേശത്ത് ഞാൻ എത്തുമെന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് എനിക്കുണ്ട്. आज मैं जब अपनी जिंदगी को देखता हूं तो मुझे इस बात की खुशी है कि मुझे पता है कि अगर जब प्रभु इस दुनिया में मेरा समय समाप्त होता है, आज अगर होता है, तो मैं यहाँ से प्रभु की उपस्थिति में जाऊंगा, अनंत जीवन में जाऊंगा। ഇന്നു മുതൽ എത്ര കാലം ഞാൻ യാത്ര ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ വഴികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ വഴികളിലേക്ക് വരുവാൻ പോകുന്ന തടസ്സങ്ങൾ എന്തെന്ന് എനിക്ക് അറിയുകയില്ല, ഞാൻ എങ്ങനെ മുന്നോട്ട് യാത്ര തിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും എനിക്ക് ടെൻഷനില്ല, എനിക്ക് ഭയമില്ല. आज से आगे कितने समय तक मुझे यात्रा करनी है मुझे नहीं पता है, मेरी यात्रा में कितनी समस्याएं आएंगी मुझे नहीं पता है, किस किस तरह के रास्ते होंगे मुझे नहीं पता है, पर मेरे अंदर इस बात की कोई टेंशन नहीं है। എന്തുകൊണ്ടാണെന്നറിയാമോ എൻ്റെ ജീവിതത്തിൽ സ്ട്രെസ് ഇല്ലാത്തത്? എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരാൾ പറയുകയാ, നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട, നീ എന്നെ നോക്കി ഞാൻ പോകുന്നത് പോലെ എൻ്റെ പിന്നാലെ വന്നാ മതി. मुझे इस बात की चिंता क्यों नहीं है? क्योंकि मेरे आगे, मेरे सामने खड़ा होकर एक व्यक्ति कह रहा है कि तुझे किसी बात की चिंता करने की जरूरत नहीं है, तू बस मेरे पीछे पीछे चलता रहे। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതാ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. ഈ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ നാം നമ്മുടെ യാത്ര സുഗമമാക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ശബ്ദം കേട്ട് അനുസരിച്ച് ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. मेरे भाइयों और बहनों, हमारा प्रभु हमारे लिए यही करता है। एक एक दिन, एक एक वचन को जब हम पढ़ते हैं, उसके वचन को जब हम सीखते हैं, तो हम अपनी आगे की यात्रा को सुगम या सरल बनाते जा रहे हैं। ഈ വചനം കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തി പോലും, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിക്കുവാൻ ഇടയാകുകയില്ല. ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത് നിങ്ങൾ പ്രാപിക്കും. നിങ്ങൾ ആ ദേശത്തെത്തുക മാത്രമല്ല, ഈ ലോക ജീവിതം നിങ്ങളുടെ സന്തോഷകരമായിരിക്കും. हम इस वचन को सुनकर मानने वाला एक भी व्यक्ति, हमारी बात को सुनने वाला एक भी व्यक्ति लज्जित नहीं होगा। न सिर्फ आप उस देश में पहुंचेंगे, बल्कि यहाँ की आपकी जिंदगी भी आशीषमय होगी। 18ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. കഴിഞ്ഞ ആഴ്ച 17ാമത്തെ വാക്യം പഠിച്ചതുകൊണ്ട് 18ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. पिछले हफ्ते हमने 17वें वचन के बारे में सीखा था, अब 18वें वचन की ओर हम आएंगे। അവിടെ എഴുതിയിരിക്കുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാവുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. मत्ती 5:18, क्योंकि मैं तुमसे सच कहता हूं कि जब तक आकाश और पृथ्वी टल न जाएं, तब तक व्यवस्था से एक मात्रा या एक बिंदु भी बिना पूरा हुए नहीं टलेगा। ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 118 സങ്കീർത്തനം 8ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. भजन 118 के 8 में लिखा है कि मनुष्य की संतानों पर भरोसा रखने से परमेश्वर पर भरोसा रखना उत्तम है। എന്തുകൊണ്ടാണെന്നറിയാമോ അങ്ങനെ ആ വചനം സത്യമായിരിക്കുന്നത്? മനുഷ്യൻ ബലഹീനനാണ്, ദൈവം ശക്തനാണ്.
മനുഷ്യൻ വാക്കുമാറ്റുന്നവനാണ്, ദൈവം വാക്കുമാറ്റാത്തവനാണ്. മനുഷ്യൻ ഇന്ന് കണ്ട് നാളെ ഉണ്ടാവില്ല, എന്നാൽ ദൈവം എന്നേക്കും നിലനിൽക്കും. മനുഷ്യൻ പറഞ്ഞ വാക്കിൽ നിന്ന് അവൻ മാറിപ്പോകും, എന്നാൽ ദൈവം പറഞ്ഞ വാക്കിൽ നിന്ന് ദൈവം മാറിപ്പോകയില്ല. वो वचन क्यों सच है? क्योंकि मनुष्य कमजोर है, परमेश्वर सामर्थी है। मनुष्य आज है, कल नहीं रहेगा, लेकिन परमेश्वर सदा बना रहता है। मनुष्य अपना वचन देकर उससे टल जाता है, लेकिन परमेश्वर अपना वचन देकर कभी उससे टलता नहीं है, वो उसे पूरा करता है। ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ 10-12 വയസ്സുള്ള ഒരു കൊച്ചു ചെറുക്കൻ, ഒരു കൊച്ചു പയ്യൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയുക, സാരമില്ല, ഞാൻ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതോ സമൂഹത്തിൽ മാന്യതയും അധികാരവുമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയുക, സാരമില്ല, വിഷമിക്കണ്ട, ഞാനത് സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരെയാണ് നിങ്ങളിത് വിശ്വസിക്കുന്നത്? मैं आपसे एक बात पूछूं, आप बहुत परेशान है, चिंता में बैठे हैं, और एक 10-12 साल का लड़का आपके पास में आकर कहता है कि कोई बात नहीं, मेरे पास में इसका हल है, मैं इसका हल निकाल दूंगा। क्या ऐसे एक व्यक्ति पर आपने भरोसा किया है, या फिर समाज का कोई माननीय व्यक्ति है, एक इज्जतदार जो व्यक्ति है, वो आकर आपसे कहता है कि कोई बात नहीं, चिंता मत करो, इसका समाधान हमारे पास है? तो किस पर आप विश्वास करेंगे? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ജ്ഞാനമുള്ളവരാണെന്നും പരിജ്ഞാനമുള്ളവരാണെന്നും എനിക്കറിയാം. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് കണ്ട് നാളെ ഇല്ലാതെ പോകുന്ന ഒരു മനുഷ്യൻ, ബലഹീനനായ ഒരു മനുഷ്യൻ, വാക്കു പറഞ്ഞാൽ ആ വാക്കു പാലിക്കുവാൻ കഴിയുമോ എന്നറിയാത്ത ഒരു മനുഷ്യൻ, നമ്മളെപ്പോലെ തന്നെ നിലനിൽപ്പിന് മറ്റൊരാളുടെ കഴിവ് ആവശ്യമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ പറയുന്ന വാക്കാണോ നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്? അതോ എന്നും നിലനിൽക്കുന്ന അത്യുന്നതനായിരിക്കുന്ന ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന, വാക്കുമാറാത്ത സർവശക്തനായ ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്? मैं जानता हूं कि मेरी बात को सुनने वाले आप लोग बुद्धिमान लोग हैं, समझदार ज्ञानी लोग हैं, और आपसे एक सवाल है मेरा, कि जो व्यक्ति, जिसको खुद को इस दुनिया में पता नहीं है कि वो आज है, कल रहेगा कि नहीं रहेगा, जिसको हमारी ही तरह, जो इंसान है उसको हमारी ही तरह मदद की जरूरत पड़ती है, और उसको ये नहीं पता कि आज उसने जो वायदा दिया है वो उसको कल पूरा कर पाएगा कि नहीं कर पाएगा, ऐसे व्यक्ति पर आप विश्वास करेंगे, या फिर उस परम प्रधान परमेश्वर पर विश्वास करेंगे, जो सर्वोच्च है, जो वायदा देकर मुकरता नहीं है, उस वायदे को पूरा करता है, और जो सर्वशक्तिमान परमेश्वर है? ഈ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് സഹോദരങ്ങളെ, ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ, നാം ആശ്രയം വെച്ചിരിക്കുന്ന വചനങ്ങൾ, നാം വിശ്വസിക്കുന്ന വചനങ്ങൾ, അത് എന്നേക്കും നിലനിൽക്കുന്ന വചനങ്ങളാണെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. इस वचन पर ध्यान दीजिए परमेश्वर के जनों, यहाँ पे हम वचन की खासियत को देख रहे हैं, और वो वचन जो हम सीख रहे हैं, जो हम सुन रहे हैं, जिसका हम अध्ययन कर रहे हैं, वो सदा तक बना रहता है। इस बात को हम यहाँ पर देख रहे हैं। തിരുവചനം പറയുന്നു, കർത്താവ് പറയുകയാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ, സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. प्रभु कहता है कि जब तक आकाश और पृथ्वी टल न जाए, तब तक व्यवस्था से एक मात्रा या एक बिंदु भी बिना पूरा हुए नहीं टलेगा। ഈ ആകാശവും ഈ ഭൂമിയും ഒഴിഞ്ഞു പോകുന്ന ഒരു കാലം നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. एक ऐसा समय हमारे सामने आ रहा है जब ये आकाश और ये पृथ्वी टल जाएंगे। വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും അവിടെ ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. प्रकाशित वाक्य 21वें अध्याय को अगर हम देखें, वहां पर हम देख सकते हैं पवित्र आत्मा वहां पर एक नई आकाश और एक नई पृथ्वी के बारे में बताता है। ഇതിനകത്ത് മലയാളം അറിയാവുന്നവർക്ക് വേണ്ടി ഒരു മലയാളം ക്ലാസ് എന്റേതുണ്ട്. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പഠന പരമ്പരയുണ്ട്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. മലയാളം അറിയാവുന്നവർക്ക് അത് വായിച്ച് കേൾക്കാവുന്നതാണ്. वो मलयाली लोगों के लिए बताया था, जितनों को मलयालम समझ में आती है उनके लिए प्रकाशित वाक्य के यूट्यूब पे एक प्रचारों की श्रृंखला है, आप उसे सुन सकते हैं, समझ सकते हैं। ഇവിടെ എഴുതിയിരിക്കുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ എന്റെ വചനം മാറിപ്പോവുകയില്ല, കാരണം സകലതും നിവർത്തിയാകുവോളം. तो यहाँ पर हम ये पढ़ते हैं कि जब तक आकाश और पृथ्वी टल न जाए, जब तक सब कुछ पूरा न हो जाए, तब तक एक बिंदु या मात्रा भी पूरा हुए बिना नहीं टलेगा। അതിൽ നിന്ന് ഒരു കാര്യം പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് തന്നിരിക്കുന്ന തിരുവചനമൊക്കെയും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും മനുഷ്യന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുമാണ്.
इससे एक बात शुरुआत में जो हमें समझनी है वो ये कि प्रभु ने अपने पवित्र वचन जो हमें दिए हैं वो मनुष्य की आशीष के लिए, उसकी बढ़ोतरी के लिए, उसकी उन्नति के लिए है। ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ആവശ്യമായ ദൈവിക ശക്തിയാണ് ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. इस आकाश और इस पृथ्वी के टलने तक जिंदा रहने वाले एक एक व्यक्ति के लिए जो जरूरी आशीष के और उन्नति के वचन हैं जो हम देख रहे हैं। അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വചനം നമ്മൾ ആശ്രയിക്കത്തക്ക വചനമാണ്. കാരണം ഈ വചനത്തിൽ ഒരു മനുഷ്യൻ മുറുകെ പിടിച്ചിരിക്കുന്നുവെങ്കിൽ, ഈ വചനത്തിൽ ഒരു വ്യക്തി ആശ്രയിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. കാരണം ഇത് മാറിപ്പോകുന്ന വചനമല്ല. तो भाई और बहनों, हमें ये देखना है कि इस वचन पर हम भरोसा कर सकते हैं, इसको हम मजबूती से थाम सकते हैं, क्योंकि जो व्यक्ति इस वचन पर भरोसा रखता है वो कभी लज्जित नहीं होने पाएगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്കറിയാം ഈ കോൺക്രീറ്റ് ബ്രിഡ്ജുകളൊക്കെ വരുന്നതിന് മുമ്പ് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, തോടുകൾക്കും ആറുകൾക്ക് നദികൾക്കൊക്കെ കുറുകയായിട്ട് തടിപ്പാലം, ചെറിയ ചെറിയ തടിപ്പാലം, നീളമുള്ള തടിയിട്ടിട്ട് വുഡൻ ബ്രിഡ്ജ് നമ്മൾ കണ്ടിട്ടുണ്ട്. भाई और बहनों, ये जो कंक्रीट के पुल, ये सब बनने से या इनके आने से पहले हम जानते हैं कि हमारे गांव देहात में कोई नदी नाला होता था, उसके ऊपर लंबी लकड़ी या लंबा लट्ठा डालकर लकड़ी का एक पुल बनाया जाता था। നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഞാൻ പറയട്ടെ. ഈ പശുക്കളൊക്കെ ഉണ്ടല്ലോ, കന്നുകാലികളൊക്കെ ഉണ്ടല്ലോ, അതിനെ ഈ തോടിന്റെ ഇങ്ങേ കരയിൽ നിന്ന് അങ്ങേ കരയിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഈ ആളുകൾ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവര് തടിപ്പാലത്തിലോട്ട് കയറിയിട്ട് ഇതിനെ മുന്നോട്ട് വലിച്ചാൽ അത് കേറത്തില്ല ഒരിക്കലും. അത് പുറകോട്ട് പിടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. मैंने बचपन में जो दृश्य देखा वो ये कि जब कोई भी व्यक्ति अपने पशुओं को इस लकड़ी के पुल के ऊपर से ले जाने के लिए वो आगे सामने खड़ा होकर इसको अगर खींचता है तो वो कभी भी पशु आगे नहीं जाता, वो पीछे की ओर खुद को खींचता रहता है। അതിന്റെ കാരണം എന്തെന്നറിയാമോ? അതൊരു മൃഗമായിട്ട് പോലും അതിന് ഇത്രയും ജ്ഞാനം അതിന്റെ ഉള്ളിലുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തലത്തിലൂടെയല്ല ഞാൻ പോകുന്നത്, മനുഷ്യൻ പണിഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ മണ്ടയ്ക്കൂടെ പോകുന്നത്. ഒരു പക്ഷേ ഇത് ഒടിഞ്ഞു താഴേക്ക് വീണാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആ വെച്ചിരിക്കുന്നതിൽ അതിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ മൃഗം അത് ക്രോസ് ചെയ്യുവാൻ തക്കോണം ഭയപ്പെടുന്നത്. जानवर होने के बावजूद उसके अंदर इतनी समझदारी है कि उसको पता है कि ये वो जगह नहीं है जो परमेश्वर ने बनाई है और ये इंसान द्वारा बनाई गई चीज है। ये इतनी ताकतवर, इतनी मजबूत नहीं है, अगर वो बीच रास्ते टूट गई तो क्या होगा, इसलिए उसको उस पर भरोसा नहीं है और इसीलिए वो उस पर चढ़ता नहीं है। സഹോദര സഹോദരി, ഇതാണ് നാം ചിന്തിക്കേണ്ടത്. മനുഷ്യൻ പറയുന്ന വാക്കുകൾ അനുസരിച്ച് നമ്മൾ ഓടുന്നു, നമ്മുടെ ഭാവിയെ ക്രമീകരിക്കുന്നു, നമ്മുടെ ചിന്തകളെ നാം രൂപപ്പെടുത്തുന്നു. എന്നാൽ ഒരിക്കലും വാക്കുമാറാത്ത ദൈവം, മാറിപ്പോകാത്ത ദൈവവചനം നമ്മുടെ കയ്യിൽ തരുമ്പോൾ ആ ദൈവവചനം അനുസരിക്കുവാനോ അതിന്മേൽ പ്രകാരം ജീവിക്കുവാനോ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. കാരണം ഒരു മൃഗത്തിനുള്ള ജ്ഞാനം പോലും പലപ്പോഴും മനുഷ്യനില്ലാതെ പോകുന്നു. भाई और बहनों, इसी बात पर हमें सोच विचार करना है कि एक इंसान की बात को सुनकर हम अपनी जिंदगी की दौड़ दौड़ते हैं, एक इंसान की बातों के आधार पर हम अपने भविष्य का ताना बाना बुनते हैं, एक इंसान की बात के अनुसार हम अपने सोच विचार में बदलाव लाते हैं। लेकिन वो परमेश्वर जो अनंत काल तक बना रहता है, उसने जो अपना कभी न टलने वाला वचन हमें दिया है, उस वचन पर हम विश्वास नहीं करते, हम उस पर चल नहीं पाते, उस पर भरोसा नहीं कर पाते। क्यों? क्योंकि कभी कभी इंसानों के अंदर जानवरों जितनी भी समझदारी या बुद्धि नहीं होती है। ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പലരും ഈ ദൈവവചനം അനുസരിക്കുന്നതിന് വേണ്ടി ഒത്തിരി റിസ്ക് എടുത്തിട്ടുള്ളവരാണ്. പലരുടെയും നിന്ദയും പരിഹാസങ്ങളും സഹിച്ചിട്ടുള്ളവരാണ്. വലിയ നഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം, ഉപദ്രവങ്ങൾ ഏറ്റിട്ടുള്ളവരായിരിക്കാം, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഞാൻ സ്നേഹത്തോടെ കർത്താവിന്റെ ആത്മാവിൽ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയാകുകയില്ല. കാരണം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുവാൻ പറ്റും, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ സ്ഥിരമായി നിൽക്കുന്ന ദൈവവചനത്തിൽ ആശ്രയിച്ചാണ് ഞാൻ എൻ്റെ കാലുകൾ മുന്നോട്ട് വെക്കുന്നത്. मेरी आवाज को सुनने वाले परमेश्वर के जनों, शायद आपने इस वचन को मानने के लिए बहुत जोखिम उठाया होगा, शायद इस वचन के
पर चलने के लिए आपने बहुत कुछ नुकसान झेला होगा, बहुत पीड़ा या बहुत सताव में से होकर आप शायद गुजरे होंगे। लेकिन परमेश्वर के प्रेम में मैं एक बात आपसे कहना चाहता हूं कि आप कभी लज्जित नहीं होंगे। आप इसके कारण कभी भी आपको लज्जित नहीं होना पड़ेगा। अगर आपसे कोई भी पूछे तो आप ये हिम्मत के साथ कह सकते हैं कि मैं कभी लज्जित नहीं होऊंगा, क्योंकि मैंने उस वचन पर विश्वास किया है जो चाहे आकाश और पृथ्वी टल जाए तो भी वो कभी नहीं टलेगा। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. यशायाह 40 की 8 में परमेश्वर का वचन कहता है, घास तो सूख जाती है और फूल मुरझा जाता है, परंतु हमारे परमेश्वर का वचन सदैव अटल रहेगा। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ഏത് സീസൺ വന്നാലും നമുക്കറിയാം, പുല്ല് കിളിർക്കുവാൻ ഒരു സീസൺ ഉണ്ട്, അത് വളരുവാൻ ഒരു സീസൺ ഉണ്ട്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് ഉണങ്ങി അതിന്റെ ലൈഫ് തീർന്നിട്ട് അത് വാടിപ്പോകുന്നു, അടുത്തൊരു സീസൺ വരുന്നു. അതുപോലെ ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടി പൂക്കുവാൻ ഒരു സമയമുണ്ട്, ആ പൂവ് വാടി ഉണങ്ങി വീഴുവാൻ ഒരു സമയമുണ്ട്, അടുത്തൊരു പൂവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഒരു സമയമുണ്ട്. ഇതിന്റെ അർത്ഥം എന്തെന്ന് അറിയാമോ? കാലം എന്തായിരുന്നാലും ശരി, സമയം എന്തായിരുന്നാലും ശരി, കാലഗതികൾ അനുസരിച്ച് മാറുന്നതല്ല ദൈവത്തിന്റെ വചനം. ഇതൊക്കെ വന്നു പോയി നിന്നാലും ദൈവത്തിന്റെ തിരുവചനം അന്ത്യത്തോളം നിലനിൽക്കും. इसका मतलब क्या है भाई और बहनों? मौसम चाहे कैसा भी हो, हमें पता है कि घास के उगने का एक समय, एक मौसम होता है, उसके बढ़ने का एक समय होता है, उसके बाद उसका समय जब खत्म हो जाता है उसके मुरझाने का एक मौसम, एक समय होता है। उसी तरह से एक पेड़ के ऊपर फूल के आने का, उसके खिलने का और उसके फिर से मुरझाने का एक समय होता है। लेकिन मौसम चाहे कैसा भी हो, सीजन चाहे कैसा भी हो, समय चाहे कैसा भी हो, परमेश्वर का वचन सदा तक अटल बना रहता है। ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചേ. परमेश्वर के वचन की खासियत को इब्रानियों 4 के 12 में कैसे बताया गया उसे एक बार देखिए। അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജുകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. इब्रानियों 4 का 12 और 13, क्योंकि परमेश्वर का वचन जीवित और प्रबल और हर एक दो-धारी तलवार से भी बहुत चोखा है, और प्राण और आत्मा को और गांठ गांठ और गूदे गूदे को अलग अलग करके आर पार छेदता है, और मन की भावनाओं और विचारों को जांचता है। सृष्टि की कोई वस्तु उससे छिपी नहीं है, वरन जिससे हमें काम है उसकी आंखों के सामने सब वस्तुएं खुली और प्रकट हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്ര പ്രാഗൽഭ്യമുള്ള മനുഷ്യനായാലും ശരി, എത്ര ജ്ഞാനിയായ മനുഷ്യനായാലും ശരി, ആ മനുഷ്യന്റെ വാക്കുകൾക്ക് മറ്റൊരു മനുഷ്യനെ മാറ്റുവാൻ തക്കവണ്ണം കഴിയുകയില്ല. मुझे सुनने वाले परमेश्वर के जनों, एक व्यक्ति के अंदर चाहे कितना भी शुद्ध विवेक हो, चाहे वो कितना भी उसके अंदर समझदारी हो, पर वो कभी भी दूसरे व्यक्ति को बदल नहीं सकता है। നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരു മനുഷ്യനെ ഭയപ്പെടുത്തുവാനായിട്ട് പറ്റും. ഒരു പക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം പറ്റും. അത് ഭയപ്പെടുത്തുകയായിക്കൊള്ളട്ടെ, സന്തോഷിപ്പിക്കുകയായിക്കൊള്ളട്ടെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് വരുന്ന അതിന് അധിക കാലം നിൽക്കുവാൻ കഴിയുകയില്ല. ടെമ്പറലാണ്. സന്തോഷം ക്ഷണികമാണ്, ആ ഭയവും ക്ഷണികമാണ്. हम अपने शब्दों से एक व्यक्ति को डरा सकते हैं, एक व्यक्ति को खुश या आनंदित भी कर सकते हैं, पर चाहे वो डर हो चाहे वो खुशी हो जो हम शब्दों से दूसरे के जिंदगी में लेकर आते हैं, वो डर हमेशा तक नहीं रहता। वो डर भी थोड़े समय का है और हमारे शब्दों के द्वारा लाई गई खुशी भी थोड़े समय की होती है। എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് ക്ഷണികമായ ഒരു മാറ്റമല്ല ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്നു, സന്ധി മജ്ജകളെ തുളച്ചിറങ്ങി ഹൃദയത്തിലെ ചിന്തകളെ വിവേചനം ചെയ്യത്തക്കവണ്ണം അത് ചെവിക്കുള്ളിലൂടെ, നമ്മുടെ ഹൃദയത്തിനുള്ളിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി ഒരു വലിയ മാറ്റം നമ്മുടെ അകത്തളത്തിൽ, ഏറ്റവും അടിയിൽ ആത്മാവിന്റെ അകത്ത് ഒരു വലിയ മാറ്റം സംഭവിച്ച്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി അത് മാറ്റുന്നു.
पर परमेश्वर के वचन की खासियत यहाँ बताई गई है कि वो थोड़े समय के लिए नहीं होता है, वो हमारे कानों से अंदर जाता है, वो हमारी हड्डियों में से होकर गुजरता हुआ, वो हमारे अस्थियों को, हड्डियों को आर पार, गूदे गूदे को आर पार छेदता हुआ दिल की गहराई में हमारी आत्मा के अंदर जाता है और हमारी जिंदगी को हमेशा हमेशा के लिए बदल देता है। ഞാൻ അനേക സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. വലിയ കൊലപ്പുള്ളികൾ തടവറകളില് ദൈവത്തിന്റെ തിരുവചനം കേട്ട് പൊട്ടിക്കരയുന്നതായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവവചനം കേൾക്കുവാനായി കടന്നു വരുന്ന വ്യക്തികള് കുനിഞ്ഞിരുന്ന് നിലവിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു വ്യക്തിയെ ഭയപ്പെട്ടിട്ടല്ല, അല്ലെങ്കിൽ ചുറ്റുപാടുമിരിക്കുന്നവരെ ഭയപ്പെട്ടിട്ടല്ല, അവർ കേട്ട ദൈവവചനം അവരുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തുകൊണ്ട് അവരിലേക്ക് പാപബോധം കൊണ്ടുവരുന്നത് കൊണ്ടാണ് അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത്. मैंने ऐसी बहुत सी गवाहियों को सुना है कि बड़े बड़े जो अपराधी, घोर अपराधी होते हैं, वो परमेश्वर के वचन को सुनकर बिलख बिलख कर रोते हैं, और जो परमेश्वर के वचन को सुनने के लिए आने वाले लोग हैं वो सिर झुकाकर बिलख बिलख कर रोते हैं, आंसू बहाते हैं। वो किसी व्यक्ति से डर के कारण नहीं होता, बल्कि जो वचन वो सुनते हैं, वो वचन उनको पाप का बोध करवाता है, उनके अंदर वो उनको दिल की गहराई में उनको वो छूता है, एक बदलाव उनके अंदर लाता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് എന്റെ കർത്താവെ എന്നോട് സംസാരിക്കണമെന്ന് നിങ്ങളും ഞാനും പറയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. നമ്മളിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നത്, ഇന്ന് മരിച്ചാൽ നാം സ്വർഗത്തിൽ എത്തുവാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്നത് എന്തെന്ന് കർത്താവ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് നമുക്ക് വെളിപ്പെടുത്തി തരും. परमेश्वर के जनों, जब प्रभु की उपस्थिति में आकर हम ये कहते हैं कि प्रभु आज तुम मुझसे बात कर, तो प्रभु हमसे यही हमारे साथ में करता है। वो हमारे दिल की गहराई के अंदर जो भी हमारी कमियां हैं, हमारी घटियां हैं, कमजोरियां हैं, उनके बारे में, और आज अगर हमारी मृत्यु होती है तो स्वर्ग में जाने में जो भी चीज रुकावट बनी हुई है, आत्मिक जिंदगी में आगे बढ़ने में, प्रभु के साथ के रिश्ते में आगे बढ़ने में जो भी चीज रुकावट है, उस चीज को हमारे अंदर गहराई से निकाल कर हमारे सामने हमें बताता है, प्रकट करता है। നമ്മളാരും എല്ലാവരും മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ദൈവവചനം മൂലം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കാണാൻ പറ്റും. जो सारे के सारे रहस्य हमने छिपा कर रखते हैं, वो परमेश्वर के वचन के द्वारा सबकी आंखों के सामने हम प्रकट होते देख सकते हैं। ഹൃദയത്തെ മാറ്റുന്ന ദൈവത്തിന്റെ തിരുവചനം, ആത്മാവിനെ മാറ്റുന്ന ദൈവത്തിന്റെ തിരുവചനം, യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്ന ദൈവത്തിന്റെ വചനം, അവിടുന്ന് അത് നിത്യമായ വചനമാണ്. दिलों को बदलने वाला परमेश्वर का वचन, आत्मा को बदलने वाला परमेश्वर का वचन, सच्चा मन फिराव लाने वाला परमेश्वर का वचन, वो सदा तक बना रहता है। മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ വരവിനെ കുറിച്ചും ലോകാവസാനത്തെ കുറിച്ചും പറയുമ്പോൾ താഴേക്ക് വന്ന് 35-ാമത്തെ വാക്യത്തിൽ, മാത്യു ചാപ്റ്റർ 24:35 പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. मत्ती के सुसमाचार 24वें अध्याय के जब 35वें वचन की ओर हम आते हैं, प्रभु जब इस दुनिया के अंत और अपने आगमन के बारे में बताते हुए 35वें वचन में वो आगे कहते हैं कि आकाश और पृथ्वी टल जाएंगे, परंतु मेरी बातें या मेरा वचन कभी नहीं टलेगा। സഹോദരങ്ങളെ, ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് നാം അനുസരിച്ചാൽ ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം നാം അനുസരിക്കാതെ അതിന് പുറം തിരിയുകയാണെങ്കിൽ അത് നമ്മുടെ നാശത്തിനും നമ്മുടെ ജീവിതത്തിന്റെ അധപ്പതനത്തിനും ഇടയായിത്തീരും. परमेश्वर के जनों, जब परमेश्वर हमसे बात करता है और अगर हम उसको मानते हैं तो वो हमारे लिए आशीष का कारण बनता है, लेकिन अगर हम उसकी बात को सुनकर मानते नहीं है तो वो हमारे लिए गिरने का, हमारे लिए पतन का, नाश का कारण बनता है। നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പിശാചും ഈ വാക്കുകളും വചനങ്ങളും കേട്ടുകൊണ്ടിരിക്കുക. हम जब अपनी जिंदगी में इन वचनों को सुन रहे हैं, हमारे पास में खड़ा होकर शैतान भी इन वचनों को सुन रहा है। പിശാചിന്റെ ഉദ്ദേശ്യം എന്തെന്ന് ചോദിച്ചാൽ, നാം ദൈവസന്നിധിയിലേക്ക് അടുക്കരുത്, നാം ഈ ലോകത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി, ഭിന്നതയുണ്ടാക്കി, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവസാനം എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ ഇല്ലാതാവണം. शैतान ये चाहता है कि हम परमेश्वर के साथ कभी रिश्ते में उसके नजदीक न जाने पाए। वो ये चाहता है कि हम हमेशा आपस में लड़ते झगड़ते रहें, आपस में एक दूसरे के लिए फूट डालते रहें, एक दूसरे के साथ रिश्ते में हम परेशानी को डालते रहें, और आप बस इसी तरह से जिंदगी में भटकते रहें।
അവസാനം എന്താ സംഭവിക്കുന്നത്? ദൈവമില്ലാതെ നാം മരിക്കുമ്പോൾ, ക്രിസ്തുവിനെ അറിയാതെ നാം മരിക്കുമ്പോൾ നിത്യ നരകത്തിൽ പിശാചിനോട് കൂടെ നമ്മൾ ആയിത്തീരും. അതാണ് ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്റെയും പിന്നാലെ പിശാചും അവന്റെ ഡീമൺസും നടക്കുന്നതിന്റെ ഉദ്ദേശ്യം. और अंत में वो उसको पता है कि क्या होगा जब हम मसीह से अलग होकर, उसके वचन से अलग होकर अगर हम मरेंगे तो हमेशा हमेशा के लिए उस अनंत काल की आग में हम शैतान के साथ में जाएंगे। इसी कारण एक एक व्यक्ति, इस दुनिया के एक एक व्यक्ति के पीछे शैतान और उसकी दुष्टात्माएं लगी रहती हैं। ഈ ലോകത്തിലുള്ള ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം, ഈ ലോകത്തിലുള്ള മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നതിന്റെ കാരണം, ഈ ലോകത്തിൽ രോഗവും ദുഃഖവും വന്നതിന്റെ കാരണം, പട്ടിണി അനുഭവിക്കുന്നതിന്റെ കാരണം, ഈ ലോകത്തിലെ മഹാമാരികളുടെ കാരണം, പ്രകൃതിക്ഷോഭങ്ങളുടെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? इस दुनिया की सारी समस्याओं का कारण, इस दुनिया के सारी प्राकृतिक आपदाओं का, भूखमरी का, इस दुनिया के लोगों के कष्टों और क्लेशों का, इन सब का कारण आपको पता है क्या है? ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തിന് പുറംതിരിഞ്ഞതായതിന്റെ കാരണം. एक व्यक्ति ने परमेश्वर के वचन की ओर अपनी पीठ फेर दी, ये है इसका कारण। ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ കഴിയാതെ ദൈവത്തിന് മറുതലിച്ചതാണ് ഈ ലോകത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം. परमेश्वर की आज्ञा न मानते हुए बलवा करने के कारण ये सारी समस्याएं इस दुनिया में आई। ദൈവം പറയുന്നത് ലഘുവായ കാര്യമാണ്. ദൈവം പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമല്ല, നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ. परमेश्वर जो बात कहता है उसे मानना कोई बहुत बड़ी बात नहीं है, बहुत छोटी सी बात है अगर हम उसको मानने के लिए खुद को समर्पित करें तो। നമുക്കറിയാം, ഈ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യരാണ് നമ്മുടെ പിതാക്കന്മാരായ ആദമും ഹവ്വയും. हम जानते हैं कि इस दुनिया के हमारे आदि माता और पिता है आदम और हव्वा। ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വലിയ ചില ചരിത്രങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയും. उत्पत्ति की पुस्तक 1, 2, 3 अध्याय, उसकी ओर जब हम आते हैं तो हम वहां पे बहुत से इतिहास को देख सकते हैं। ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദമിനും ഹവ്വയ്ക്കും എന്താണോ ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് അതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചത്. आदम की सृष्टि से पहले, हव्वा की सृष्टि से पहले, उन दोनों की सृष्टि से पहले, उन दोनों के लिए जो कुछ भी जरूरी था वो सब बनाने के बाद परमेश्वर ने इनकी सृष्टि की। ആദമിനെ സൃഷ്ടിച്ച ശേഷം ആദമിനോട് ദൈവം പറഞ്ഞു, നീ ഈ ഭൂമിയിൽ ഈ കാണുന്നതിന്റെ ഒക്കെയും മേൽ നീ വാഴണം, ഇതിനെ ഒക്കെയും മേൽ അധികാരം വെച്ചുകൊണ്ട് അധിപതിയായി നീ നിൽക്കണമെന്ന് അവനോട് പറഞ്ഞു. आदम की सृष्टि करने के बाद में परमेश्वर ने उसे ये कहा कि जो कुछ भी तुझे दिख रहा है उस सब को अपने वश में कर ले और उस पर राज कर, ये परमेश्वर ने उसको आज्ञा दी। ആദം ഒറ്റയ്ക്കായിരിക്കുന്നത്, ആദം ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കരുതി ആദമിന്റെ സ്വഭാവമുള്ള, ആദമിനോട് യോജിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന, ആദമിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുവാൻ കഴിയുന്ന ആദമിനെ പോലെ മറ്റൊരു വ്യക്തിയെ ദൈവം അവന് കൂട്ടായി ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഹവ്വ. जब परमेश्वर ने ये देखा कि आदम का अकेला रहना अच्छा नहीं है तो आदम से मिलता जुलता, आदम के शरीर के साथ में एक हो सकने वाला, उसके जैसा एक व्यक्ति परमेश्वर ने बनाया और वो है हव्वा। ആദമിനോടും ഹവ്വയോടും ഒത്തിരി പ്രമാണങ്ങളൊന്നും ദൈവം പറഞ്ഞില്ല. ദൈവം ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. आदम और हव्वा को परमेश्वर ने बहुत सारी व्यवस्थाएं या नियम कुछ नहीं बताए, सिर्फ एक ही बात कही थी। ആ ഒരു ടെസ്റ്റാണ് അവർ ദൈവത്തെ മാനിക്കുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഏക തെളിവ്. बस सिर्फ वो परख इस बात का सबूत थी कि वो परमेश्वर की बात को मानेंगे कि नहीं। നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. അതെന്താണെന്ന് ചോദിച്ചാൽ നിസ്സാരമായ ഒരു കാര്യമാണ്. ഏദൻ തോട്ടത്തിൽ ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പഴങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷം, പൂക്കൾ ഉണ്ടാകുന്ന വൃക്ഷം, വളരെ മനോഹരമായ ദൈവത്തിന്റെ തോട്ടമായിരുന്നു ഏദൻ. और आप देखिए वो बहुत ही छोटी सी एक बात थी। अदन की वाटिका एक ऐसी वाटिका जहां पर बहुत सारे अलग अलग फलों वाले वृक्ष थे, फूलों वाले वृक्ष थे, ऐसी एक पेड़ पौधों से भरी हुई वाटिका थी अदन की वाटिका। ആദമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള ഏത് വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ആ നിൽക്കുന്ന വൃക്ഷം, ആ നടുവിലൊരു വൃക്ഷം നിൽപ്പുണ്ട്, ആ വൃക്ഷത്തിന്റെ പേരാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ ഫലം ഉണ്ടാകുന്ന വൃക്ഷം. ആ ഒരു വൃക്ഷം മാത്രം നിങ്ങൾ ഫലം പറിച്ചു തിന്നരുത്.
आदम और हवा से परमेश्वर ने ये कहा कि इस वाटिका के किसी भी वृक्ष का फल तुम खा सकते हो, लेकिन इस वाटिका के बीच में एक वृक्ष है जिसका नाम भले और बुरे के ज्ञान का वृक्ष है, उस वृक्ष का फल तुम कभी मत खाना। അപ്പോൾ അരുത് എന്ന് ദൈവം പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ഫലം നിങ്ങൾ തിന്നരുത്, അത്രമാത്രം. परमेश्वर ने सिर्फ एक बात के लिए मना किया था कि तुम वो फल नहीं खाना। ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആദമിനും ഹവ്വയ്ക്കും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇല്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾ പറിച്ചു തിന്നതെന്ന് പറയാൻ പറ്റത്തില്ല. अब आप सोच कर देखिए कि आदम और हव्वा ये तो नहीं कह सकते कि हम भूख के मारे बेहाल हो गए थे, भूख से तड़प रहे थे, इसलिए हमने मजबूरी में वो फल तोड़कर खाया, ये तो नहीं कह सकते। ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മുമ്പിൽ 4 വശത്തും ഒരുപാട് വാതിലുകൾ തുറന്നിട്ടിട്ട് ഒരു വാതിലിന്റെ നേരെ ദൈവം വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഏത് വാതിലിലൂടെ വേണേലും നിങ്ങൾ പൊയ്ക്കോ, പക്ഷെ ഈ ഒരു വാതിലിലൂടെ നിങ്ങൾ കയറരുത്, അപകടത്തിന്റെ വാതിലാണത്. उदाहरण के लिए परमेश्वर ने उनके चारों ओर बहुत सारे दरवाजे खोलकर उनसे कहा कि इसमें से किसी भी दरवाजे से तुम जा सकते हो, पर सिर्फ एक दरवाजे के बारे में कहा कि इस दरवाजे के अंदर से मत घुसना। അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ആദമും ഹവ്വയും മറ്റു പഴങ്ങളൊക്കെ പറിച്ചു തിന്ന് ഇതിന്റെ അടുക്കൽ പോലും എത്താതെ ദൂരെ മാറി നിൽക്കും. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, അത് തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും, അതായത് നിങ്ങൾ ഇല്ലാതാവും. तो हम देखते हैं कि आदम और हव्वा दूसरे वृक्षों के फल को खाते खाते उसके पास तक आते होंगे, लेकिन उससे दूर रहते हैं, उस वृक्ष के फल को नहीं खाते, क्योंकि परमेश्वर ने कहा था जिस दिन खाओगे उस दिन तुम मर जाओगे या खत्म हो जाओगे। നിങ്ങൾക്കറിയാമോ, 3-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. उत्पत्ति की पुस्तक 3रा अध्याय उसका 1 से आगे के वचनों को आप ध्यान से देखिएगा। അവിടെ ശ്രദ്ധിക്കുമ്പോൾ, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. बालिका, यहोवा परमेश्वर ने जितने बनैले पशु बनाए थे उन सब में सर्प धूर्त था। उसने स्त्री से कहा, क्या सच है कि परमेश्वर ने कहा तुम इस वाटिका के किसी वृक्ष का फल न खाना? നോക്കിക്കേ, പിശാച് ദൈവത്തിന്റെ വചനത്തെ ട്വിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അതിന്റെ അർത്ഥം മാറ്റുന്ന കണ്ടോ? പിശാച് ഒരു ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അവരെ കൺഫ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? देखो शैतान कैसे परमेश्वर के वचन में तोड़ मरोड़ करता है, कैसे उसका गलत अर्थ निकालता है। वो एक सवाल पूछता है, क्या परमेश्वर ने तुमसे ये कहा है कि तुम किसी भी वृक्ष का फल न खाना? ഇവിടെ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ കൽപ്പന വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ഹവ്വയുടെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. परमेश्वर की आज्ञा को स्पष्ट रूप से समझने वाली हव्वा का जवाब आप ध्यान से सुनिएगा। यहाँ സ്ത്രീ പാമ്പിനോട്, 2-ാമത്തെ വാക്യം, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടരുത് എന്നും ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. दूसरा वचन, स्त्री ने सर्प से कहा इस वाटिका के वृक्षों के फल हम खा सकते हैं। तीसरा, पर जो वृक्ष वाटिका के बीच में है उसके फल के विषय में परमेश्वर ने कहा है कि न तो तुम उसको खाना और न उसको छूना, नहीं तो मर जाओगे। ശ്രദ്ധിച്ചേ, അപ്പോൾ ആ ഹവ്വയ്ക്ക് അറിയാമേ, ദൈവത്തിന്റെ കൽപ്പനയാണ്, അതിനെ തൊടരുത്, അതിന്റെ അടുക്കൽ പോലും പോകരുത്, കാരണം അത് തിന്നാൽ നീ മരിക്കും. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ വചനമാണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. यानी हव्वा साफ साफ इस बात को जानती है कि उसे छूना नहीं है, उसे खाना नहीं है, क्योंकि ये परमेश्वर की आज्ञा है, अगर उसको हम खाएंगे तो मर जाएंगे। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിഷമെടുത്ത് കുടിക്കുന്ന ഒരു വ്യക്തി എന്തിനായിരിക്കും അത് കുടിക്കുക? मैं आपसे एक सवाल पूछूं, जिस आदमी को पता है कि ये जहर है, पता होने के बावजूद वो उस जहर को अगर पी रहा है तो वो किस लिए पी रहा है? നമ്മൾ അതിന് വിളിക്കുന്നത് പേരാണ് ആത്മഹത്യ. സ്വയം മരിക്കുന്ന അവസ്ഥയാണ് അതിന് പറയുന്നത് ആത്മഹത്യ. उसको हम खुद को मारना कहते हैं, जिसका नाम है आत्महत्या। അവൻ സ്വയം മരിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, അറിഞ്ഞുകൊണ്ട് തന്നെ ഹവ്വ ആ വിഷം അല്ലെങ്കിൽ ദൈവം അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കനി, ആ പഴം പറിച്ചു തിന്നുകയാണ്. जो वो खुद को मारना है। आप देखिए यहाँ जिस फल के बारे में परमेश्वर ने खाने से मना किया था, उसी वृक्ष का फल वो तोड़कर खा रहे हैं.
അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 4-ാമത്തെ വാക്യത്തിൽ പാമ്പ് സ്ത്രീയോടെ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. और इसका कारण ये है कि चौथे वचन में सर्प ने स्त्री से कहा, तुम निश्चय न मरोगे. ഒരു വശത്ത് ദൈവം പറഞ്ഞു നീ മരിക്കും നിശ്ചയം, മറുവശത്ത് പിശാച് പറഞ്ഞു നീ മരിക്കത്തില്ല നിശ്ചയം. एक तरफ परमेश्वर ने कहा कि तुम निश्चय मर जाओगे, दूसरी तरफ शैतान कह रहा कि तुम निश्चय नहीं मरोगे. This is exactly what is happening today, my brothers, my sisters. You know very well the commandments of God. You know if you violate the principle and the commandment of God, what is going to wait for you, what would be the consequences. Very well you know it, but the devil is whispering in your ears saying that don't worry, nothing is going to happen. मेरे भाइयों और बहनों, आज बिल्कुल यही हो रहा है. आप परमेश्वर की आज्ञाओं को, उसके वचनों को साफ साफ अच्छी तरह से जानते हैं, समझते हैं, और आपको पता है कि अगर परमेश्वर के इस वचन को आप तोड़ेंगे, उसकी आज्ञा को अगर आप तोड़ेंगे तो उसका परिणाम क्या होगा, उसका फल क्या होगा. लेकिन शैतान आपके कानों में फुसफुसा कर कहता है, कोई बात नहीं, चिंता मत कर. അത് മാത്രമല്ല, ഇത്രയും നാള് നീ ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. इतना ही नहीं, शैतान ये फुसफुसा के कहता है कि तू इतने टाइम से ये सब कुछ कर रहा है, अभी तक तो तेरा कुछ नहीं बिगड़ा. ആദമും ഹവ്വയും ആ പഴം തിന്നു, അപ്പോൾ അവർ മരിച്ച് താഴെ വീണില്ല. आदम और हव्वा ने फल खाया, फल खाते ही तुरंत वो मर के नीचे नहीं गिर गए. പക്ഷെ പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു, ആത്മീക മരണം പെട്ടെന്ന് സംഭവിച്ചു. और तुरंत एक बात होती है, आत्मिक मृत्यु हो जाती है. ആത്മീക മരണം സംഭവിച്ച നിമിഷം തന്നെ അവന്റെ കോശങ്ങൾക്കുള്ളിൽ, അവന്റെ സെല്ലുകൾക്കുള്ളിൽ മരണത്തിന്റെ ആത്മാവ് വന്നു. ആ സെല്ലുകൾ നശിക്കാനായി തുടങ്ങി. आत्मिक मृत्यु आते ही उसकी कोशिकाओं के अंदर मृत्यु आ गई. वो मृत्यु उसके अंदर राज करने लगी. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഭൗതികമായും മരിച്ചു. और कुछ साल बाद वो भौतिक रूप से भी, शारीरिक रूप से भी मर गए. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ മറ്റൊരു വൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്, ജീവന്റെ വൃക്ഷം. അതിനെക്കുറിച്ച് പറയുന്നത് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ആ വൃക്ഷമാണത്. അതാണ് അവർ കഴിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും ആത്മീകമായും ഭൗതികമായും മരിക്കത്തില്ലായിരുന്നു. उत्पत्ति की पुस्तक 2 अध्याय में एक और वृक्ष के बारे में बताया गया, जो जीवन का वृक्ष है. अगर उस वृक्ष के फल को वो खा लेते तो न आत्मिक न शारीरिक रूप से वो कभी नहीं मरते. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, എന്താണ് ഇവിടെ ഒരു വലിയ രഹസ്യം സംഭവിച്ചു. ആ വാക്യങ്ങളിലേക്കൊന്ന് വരുമ്പോൾ 5-ാമത്തെ വാക്യം 3:5 പറയുന്നു, പിശാച് പറയുകയാണ് 4-ല്, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. इसका रहस्य मैं आपको बताता हूं. 4था और 5वां वचन. तब सर्प ने स्त्री से कहा, तुम निश्चय न मरोगे, वरन परमेश्वर आप जानता है कि जिस दिन तुम उसका फल खाओगे उसी दिन तुम्हारी आंखें खुल जाएंगी और तुम भले बुरे का ज्ञान पाकर परमेश्वर के तुल्य हो जाओगे. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഇതിലെ രഹസ്യത്തെ കുറിച്ച് ഞാനൊന്ന് ഒരു 2 മിനിറ്റ് എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. बड़े ध्यान से सुनिएगा. मैं 2 मिनट लेकर इसके रहस्य के बारे में आपको बताना चाहता हूं. ഇതുവരെ ആദമും ഹവ്വയും എന്താ ചെയ്തതെന്നറിയാമോ? അവർക്ക് നല്ലതേത് ചീത്ത ഏതെന്ന് അവർ സ്വയം തീരുമാനിക്കുകയല്ലായിരുന്നു. അവർ ദൈവം പറയുന്നത് അനുസരിക്കും. ദൈവം എന്തു പറയുന്നുവോ അതനുസരിക്കും. ദൈവം എന്തു ചെയ്യരുതെന്ന് പറയുന്നുവോ അവർ ചെയ്യുന്നില്ല. നന്മയും തിന്മയും അവർക്ക് വേണ്ടി തീരുമാനിച്ചിരുന്നത് ദൈവമായിരുന്നു. എന്നാൽ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ആവശ്യം അവർക്കില്ലാതായി. അവർ സ്വയം നന്മയും തിന്മയും എന്താണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അവിടെയാണ് അപകടം സംഭവിച്ചത്. वहां पर हुआ क्या? उस फल को खाने से पहले तक अच्छा क्या है, बुरा क्या है, इसका निर्णय आदम और हव्वा नहीं लेते थे. जो परमेश्वर उनको कहता था ये अच्छा है, ये बुरा है, उसकी बात को मानते थे. यानी उनके लिए अच्छे और बुरे का निर्णय परमेश्वर लेता था. लेकिन इस फल को खाने के बाद अब उनको परमेश्वर की जरूरत नहीं रही. वो खुद अपने लिए अच्छे और बुरे का निर्णय लेने लग गए. നമ്മൾ ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? റോമാലേഖനം 11-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദമിൽ നിന്ന് നമ്മെ വെട്ടി ക്രിസ്തുവാകുന്ന ആ മരത്തോട് നമ്മളെ ചേർത്ത് വന്ന്. അതിന്റെ അർത്ഥം ഈ നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് എന്നെ വെട്ടി ജീവന്റെ വൃക്ഷത്തിലേക്ക് എന്നെ പങ്കാളിയാക്കി തീർത്തു എന്നാണ് അതിന്റെ ആത്മീക രഹസ്യം.
और इसका आत्मिक रहस्य रोमियो की पत्री 11वें अध्याय में हम देखते हैं कि हमें आदम से अलग करके मसीह के साथ में जोड़ दिया गया है। यानी आदम जो भले और बुरे के ज्ञान का जो वृक्ष है उससे काट के हमें अलग किया गया, और मसीह जो जीवन का वृक्ष है उसके साथ हमें जोड़ दिया गया है। അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ, എന്താണ് സംഭവിക്കേണ്ടത്? നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം തിന്നുന്ന വ്യക്തി എന്ത് ചെയ്യുമെന്നറിയാൻ നന്മയും തിന്മയും എന്താണെന്ന് സ്വയം തീരുമാനിച്ച് സ്വന്തം വഴികളിലൂടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കും. എന്നാൽ ജീവന്റെ വൃക്ഷത്തിലേക്ക് മുറിച്ച് ചേർക്കപ്പെട്ട വ്യക്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കർത്താവേ, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് എനിക്കില്ല, ഞാൻ ഈ എടുക്കുന്ന തീരുമാനങ്ങളുടെ നാളത്തെ ഫലം എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നന്മയും തിന്മയും എനിക്ക് വേണ്ടി അവിടുന്ന് പറഞ്ഞു തരണമേ, അവിടുന്ന് പറഞ്ഞു തരുന്ന വഴിയിലൂടെ ഞാൻ നടക്കും എന്ന് പറയുന്ന വ്യക്തിയാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസി, ജീവന്റെ വൃക്ഷത്തിന് ഓഹരിക്കാരനായി തീർന്ന വിശ്വാസി. भले और बुरे के ज्ञान के वृक्ष का फल खाने वाला जो व्यक्ति है वो क्या करता है? वो खुद के लिए भले और बुरे का निर्णय लेता है, अपनी मर्जी के अनुसार, अपनी सोच के अनुसार, अपनी इच्छा के रास्तों पर चलता है, अपनी मर्जी से अच्छे और बुरे का निर्णय लेता है। लेकिन नए नियम में जो मसीह पर विश्वास करने वाला है, जो जीवन के वृक्ष के साथ में जो जोड़ा गया है, वो क्या कहता है? वो कहता है कि हे प्रभु, मुझे अच्छे और बुरे का ज्ञान नहीं है, मुझे परखना नहीं आता है, मुझे नहीं पता मेरे इस निर्णय का फल क्या होगा, इसका परिणाम क्या होगा, इसलिए प्रभु तू मुझे वो रास्ता बता जिस पर मुझे चलना है, तू मुझे वो रास्ते, वो कदम बता जिसकी ओर मुझे अपने पैर उठाने हैं। तो प्रभु तू मेरे लिए भले और बुरे का निर्णय कर। वो व्यक्ति है जो नए नियम में जीवन के वृक्ष के साथ जोड़ा गया है और जो जीवन के वृक्ष के फल का भागी बनता है। Oh, thank you, Pastor, for explaining it so wonderfully and plainfully in Hindi. ഹല്ലേലൂയ. ഇവിടെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, ആദമനും ഹൗവയ്ക്കും ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ് ക്രിസ്തുവിലൂടെ നമുക്ക് സ്വർഗം തന്നിരിക്കുന്നത് ഇന്ന്. यहाँ आदम की वाटिका में आदम और हव्वा जिस बात को खो बैठे थे उसे मसीह में परमेश्वर हमें वापस देता है। ഇന്ന് നമ്മൾ തീരുമാനിക്കുന്ന ശരികളും തെറ്റുകളും ക്രിസ്തുവിലൂടെയാണ്. ദൈവത്തോട് ചോദിച്ചാണ് അവിടുത്തെ വചനപ്രകാരം നാം മുന്നോട്ട് നടക്കുന്നത്. എന്നാൽ ലോകത്തിലേക്ക് നോക്കിക്കേ, ആദമിന്റെ സന്തതികളായ ക്രിസ്തുവിൽ വരാത്ത സകലരും ഇന്നും ആദമിന്റെ സന്തതികളാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ സ്വയം അവരെടുക്കും. ഏത് ശരി ഏത് തെറ്റെന്ന് അവർ സ്വയം തീരുമാനിക്കും. അങ്ങനെ പിശാച് പറഞ്ഞ പോലെ തന്നെ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. आज हम जो मसीह में हैं, हम परमेश्वर से पूछकर उसके वचन के आधार पर सही और गलत का निर्णय उससे पूछकर हम जानते हैं, उसकी इच्छा के अनुसार उसके वचन पर हम चलते हैं। लेकिन जो मसीह में नहीं है वो आदम की संतान है। बाकी लोग वो आज भी अपनी मर्जी से अच्छे और बुरे का निर्णय लेते हैं, अपनी इच्छा के अनुसार अच्छा और बुरा चुनकर उसी रास्ते पर वो चलते जा रहे हैं। നിങ്ങൾക്കറിയാമോ, ഈ ഒരു അനുസരണക്കേട് കൊണ്ടുവന്ന ശാപം? അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ആ വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു വിട്ടിട്ട് അടുത്ത ഒരു വാക്യം കൂടെ എടുത്ത് ദൈവവചനം നിർത്തുവാനായിട്ട് 5 മിനിറ്റ് ഞാൻ ആഗ്രഹിക്കുന്നു. इस आज्ञा न मानने के कारण जो श्राप आया उसको समझाने के लिए मैं समय नहीं ले रहा, क्योंकि समय नहीं है, पर उसका वो वचन पढ़कर उसके बाद एक और वचन बताकर मैं जल्दी से समाप्त करना चाहता हूँ। ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഒന്ന് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. उत्पत्ति 3 का 16 और 17 वचन मैं पढ़ना चाहता हूँ। അതിനു മുകളിലായിട്ട് പാമ്പിന് അല്ലെങ്കിൽ പിശാചിന് കൊടുക്കുന്ന ശാപത്തെ കാണുവാനായിട്ട് കഴിയും. സ്ത്രീയുടെ സന്തതി അവന്റെ തല തകർക്കുമെന്ന്. അതിനുശേഷം സ്ത്രീയോട് ദൈവം കൽപ്പിക്കുകയാണ്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. और उससे ऊपर 15वें वचन में हम देख सकते हैं वो सर्प को या शैतान को वो श्राप देता है। उसके बाद वो फिर स्त्री से कहता है, मैं तेरी पीड़ा और तेरे गर्भवती होने के दुख को बहुत बढ़ाऊंगा, तू पीड़ित होकर बालक उत्पन्न करेगी और तेरी लालसा तेरे पति की ओर होगी और वह तुझ पर प्रभुता करेगा। എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ ഒക്കെ കാരണം എന്താണെന്ന്? मेरी बहनों, क्या आपको अभी समझ में आ रहा है ये कि आप जो पीड़ा झेल रही है उसका कारण क्या है? നമ്മുടെ വലിയ അമ്മച്ചി ചെയ്ത ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തെ മറുതലിച്ചത് കൊണ്ടാണ് അവരുടെ മക്കളായ നിങ്ങളും നമ്മളൊക്കെ ഈ കഷ്ടം അനുഭവിക്കേണ്ടി വന്നത്. हमारी आदि माता ने परमेश्वर के वचन को, उसकी आज्ञा को जानने के बावजूद जो बलवा किया, आज्ञा का उल्लंघन किया, उसके कारण उसकी संतानों को, हम लोगों को ये पीड़ा, ये दर्द झेलना पड़ रहा है।
സഹോദരിമാരെ, നിങ്ങളുടെ മക്കളെ കഷ്ടം അനുഭവിക്കരുതെന്നും ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുതെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ മാനിക്കുകയും അവന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത് ജീവിക്കുക. बहनों, अगर आप ये चाहते हैं कि आपके बच्चे परमेश्वर से दूर न जाएं, इस दर्द को न झेलें, तो आप उनको ये सिखाएं कि वो परमेश्वर के खिलाफ बलवा न करें, वो परमेश्वर के वचन को मानकर उसकी इच्छा पर चलें। 17ാമത്തെ വാക്യം മനുഷ്യനോട് പറയുകയാണ് ദൈവം, അതായത് പുരുഷനോട് പറയുകയാണ്, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. നിലത്തു നിന്ന്, അടുത്ത ഒരു വാക്യം കഴിഞ്ഞിട്ട് പറയുന്നു, നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ തിരികെ ചേരും. 17वां वचन, और आदम से उसने कहा, तूने जो अपनी पत्नी की बात सुनी और जिस वृक्ष के फल के विषय में मैंने तुझे आज्ञा दी थी कि उसे न खाना, उसको तूने खाया है, इसलिए भूमि तेरे कारण शापित है। तू उसकी उपज जीवन भर दुख के साथ खाया करेगा। 19वां वचन, और अपने माथे के पसीने की रोटी खाया करेगा और अंत में मिट्टी में मिल जाएगा, क्योंकि तू उसी में से निकाला गया है। तू मिट्टी तो है और मिट्टी ही में फिर मिल जाएगा। സഹോദരന്മാരെ, നിങ്ങളത് കണ്ടോ? ഇതിന്റെ കാരണം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഈ വേർപ്പ്, ഈ മരണം, ഈ രോഗം, ഇതിന്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വല്യപ്പച്ചനായിരുന്ന ഈ ആദം ഹൗവ പറഞ്ഞ വാക്ക് കേട്ട് ഹൗവയെ തിരുത്തേണ്ടതിന് പകരം ഹൗവയോട് ആദം ചോദിക്കണമായിരുന്നു, നീ കേട്ടതല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞത് തിന്നരുതെന്ന്, പിന്നെ നീ എന്തിനിത് തിന്നു, എന്തിനെനിക്കത് തരുന്നു, നീ തന്നാലും ഞാനത് തിന്നത്തില്ലെന്ന് പറഞ്ഞു വിലക്കേണ്ടതിന് പകരം ഭാര്യയെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് മറുതലിച്ചതിന്റെ ഫലമാണ് നാം ഈ അനുഭവിക്കുന്നത്. भाइयों, आज हम जो ये पसीना, ये दर्द, ये पीड़ा जो हम देख रहे हैं, उसका कारण आपको पता है क्या है? हमारा जो आदि पिता आदम था, परमेश्वर की आज्ञा को जानने के बावजूद उसको करना तो ये चाहिए था कि जब हव्वा उसके पास में आती तो उसको हव्वा को सुधारना चाहिए था, कहना चाहिए था कि क्या तुझे परमेश्वर की आज्ञा के बारे में नहीं पता है? पर उसने ऐसा नहीं किया, उसको मना भी नहीं किया कि तू देगी तो भी मैं नहीं खाऊंगा। नहीं, वो परमेश्वर की आज्ञा को मानने की बजाय अपनी पत्नी को खुश करने के लिए उसकी बात को मानता है, हव्वा की बात को मानता है और परमेश्वर की आज्ञा का उल्लंघन करता है। ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, ഭാര്യയല്ല, ഭർത്താവല്ല, അപ്പനല്ല, അമ്മയല്ല, ഈ ലോകത്തിൽ ഏത് വലിയ അധികാരം പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം പറഞ്ഞിരിക്കുന്ന വചനം അതിനെതിരെ നിൽക്കാതെ, അതിനോട് അനുസരണക്കേട് കാണിക്കാതെ ദൈവത്തിന് നാം കീഴ്പ്പെട്ടു നിന്നാൽ നാം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. भाइयों, चाहे पति हो या पत्नी हो या माता हो या पिता हो या इस दुनिया का कोई भी कितना भी बड़ा व्यक्ति क्यों ना हो, उसकी बजाय अगर हम परमेश्वर के वचन को मानते हैं, उसको हम मजबूती से पकड़े रहते हैं, तो परमेश्वर हमें, हमारे आसपास के कईयों को प्रभु की ओर लाने के लिए, उनकी जिंदगी में आशीष बनने के लिए वो हमें इस्तेमाल करेगा। അടുത്ത 2 മിനിറ്റ് കൊണ്ട് വചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 2 मिनट में मैं अपने शब्दों को समाप्त करना चाहता हूँ। നിങ്ങൾക്കറിയാമോ, ആദമിന്റെയും ഹവ്വയുടെയും അടുക്കൽ ഈ പിശാച് കൊണ്ടുവന്ന അതേ ടെംപ്ടേഷനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിന്റെ അടുക്കലേക്കും പിശാച് കൊണ്ടുവന്നത്. क्या आप जानते हैं कि आदम और हव्वा की जो परीक्षा शैतान करता है, बिल्कुल वही परीक्षा इस धरती पर जब प्रभु यीशु मसीह आया था, उस समय शैतान प्रभु यीशु मसीह की भी यही परीक्षा लेता है। മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും അത് നമുക്ക് കാണാനായിട്ട് കഴിയും. मत्ती के सुसमाचार 4थे अध्याय में, लूका के सुसमाचार 4थे अध्याय में हम उस परीक्षा के बारे में देख सकते हैं। 40 പകലും 40 രാവും ഉപവസിച്ച് കഴിഞ്ഞതിന് ശേഷം വിശപ്പ് വന്നപ്പോൾ വിശന്നിരിക്കുന്ന കർത്താവിന്റെ അടുക്കൽ പിശാച് വന്ന് പറഞ്ഞു, ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ നീ കൽപ്പിച്ചാൽ ഇത് അപ്പമായി തീരും എന്ന് പറഞ്ഞു. 40 दिन और 40 रात उपवास रखने के बाद में जब प्रभु को भूख लगी, उस समय शैतान यीशु के पास में आकर ये कहता है कि अगर तू इस पत्थर से कहे कि रोटी बन जाए तो ये रोटी बन जाएगा। നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിന് അത് ചെയ്യാൻ പറ്റും. അവിടുന്ന് ഒരു കല്ല് കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞത് അപ്പമാകുമെന്ന് പറഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് അത് അപ്പമാകും. അതെടുത്ത് കഴിക്കാം. കഴിച്ചിട്ട് വേണമെങ്കിൽ പിതാവിനോട് പറയാം, എന്റെ വിശപ്പ് കൊണ്ട് ഞാൻ കഴിച്ചതാണെന്ന് വേണേ പറയാമായിരുന്നു. क्या आप जानते हैं कि प्रभु यीशु ये काम कर सकता था? वो एक पत्थर को उठाकर उसको रोटी बनाकर खा सकता था और पिता से कह सकता था, ये मैंने अपनी भूख के कारण, बहुत भूख लगी थी इसलिए मैंने ये काम किया है। പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എന്താ പറ്റുന്നതെന്നറിയാമോ? പിശാച് പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്ന ഒരുവനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക.
पर अगर वो ऐसा करता तो क्या होता, हम एक ऐसे व्यक्ति को वहां पर देखते जो शैतान की बात को वैसे का वैसा मान लेता है। മത്തായിയുടെ സുവിശേഷം 4:4 ഇപ്രകാരം യേശു കർത്താവ് അവന് മറുപടി കൊടുത്തു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. मत्ती 4:4 में प्रभु यीशु शैतान को जवाब देता है कि मनुष्य केवल रोटी ही से नहीं परंतु प्रभु के मुख से निकलने वाले हर एक वचन से जीवित रहेगा। വീണ്ടും രണ്ട് ടെംപ്റ്റേഷൻസ് അവിടെ കാണുവാനായിട്ട് കഴിയും, ഞാൻ അവിടേക്ക് പോകുന്നില്ല. उसके बाद 2 और परीक्षाओं को आप देख सकते हैं, मैं उस ओर अभी नहीं जा रहा। അവിടെ പിശാച് പറയുന്നതൊന്നും അനുസരിക്കുകയല്ല, പിന്നെയും അവനോട് മറുപടിയായിട്ട് കൊടുക്കുന്നത്, പിശാച് വചനമെടുത്ത് പറയുമ്പോൾ യേശു കർത്താവ് വചനം കൊണ്ട് തന്നെ അവന് മറുപടി കൊടുക്കുകയാണ് കാണുന്നത്. वहां प्रभु शैतान की बात को मानता नहीं है। जब शैतान वचन को लेकर सवाल करता है तो प्रभु यीशु भी वचन में से ही उसका जवाब देता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും പിശാച് പ്രലോഭനങ്ങൾ കൊണ്ട് വരുമ്പോൾ കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നാമമെടുത്ത് അവനെ ശാസിച്ച് മാറ്റിക്കഴിഞ്ഞാൽ വചനം പറയുന്നു, കർത്താവിനെ പരീക്ഷിച്ചിട്ട് കർത്താവ് കീഴ്പ്പെടാതെ വന്നപ്പോൾ അവൻ കർത്താവിനെ വിട്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. अरे भाइयों और बहनों, जब जिंदगी के किसी भी मोड़ पर जब शैतान आपको ललचाता है, लुभाने की जब कोशिश करता है, तो परमेश्वर के वचन को लेकर प्रभु यीशु मसीह के नाम में अगर आप उसको डांटते हैं तो हम देखते हैं कि जब प्रभु यीशु शैतान की बात को नहीं मानता, उसके अधीन नहीं होता है, तो वो शैतान उसे छोड़कर चला जाता है। बिल्कुल वैसा ही हमारे साथ होगा, शैतान हमारी जिंदगी को छोड़कर चला जाएगा। ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഈ വചനം മാറിപ്പോകത്തില്ല. चाहे आकाश और पृथ्वी टल जाए पर ये वचन नहीं टलेगा। പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്ന നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തിരുവചനം ഇറങ്ങുവാനും ഏത് പ്രലോഭനങ്ങളുടെ മധ്യത്തിലും കർത്താവെ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് പിശാചിനെ ജയിച്ച് ഞങ്ങൾ ജയാളികളായി ഞങ്ങളുടെ ജീവിതം തിരുസന്നിധിയിൽ തീർക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ വീണ്ടും ഭാഗ്യം തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിച്ചടിയും പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ദാസന്മാരെയും ദൈവജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്ത് സ്തോത്രം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ, യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. हम एक और बार प्रार्थना करेंगे। पिता परमेश्वर, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु। धन्यवाद करते हैं प्रभु आपके सामर्थी वचनों के लिए प्रभु। हम में से हर एक से बातचीत करने के लिए धन्यवाद परमेश्वर। जितने लोग प्रभु हमारे साथ में जूम में जुड़े हुए उन सबको हम परमेश्वर आपके हाथों में समर्पित करते हैं। आपके दासों को, दासियों को प्रभु, आपके परमेश्वर अनमोल लोगों को हम आपके हाथों में देते हैं परमेश्वर। ये वचन हम में से हर एक की जिंदगी में एक बड़ी आशीष का कारण बनने पाए प्रभु, एक बड़े छुटकारे का कारण बनने पाए प्रभु। हम प्रार्थना करते हैं प्रभु जी, हम आपके वचन से प्रेम करने वाले बनने पाए प्रभु जी। आपके वचन को हम मजबूती से थामने वाले बनने पाए परमेश्वर। प्रभु इंसान की नहीं प्रभु जी, हम आपके अटल रहने वाले वचन की बात को मानने वाले बनने पाए परमेश्वर। ऐसा एक अनुग्रह हमें दे प्रभु, हम प्रार्थना करते हैं परमेश्वर। प्रभु क्षण भंगुर मनुष्य की नहीं प्रभु जी, सदा बने रहने वाले परमेश्वर वचन की बात को हम माने, उस पर हम बने रहें प्रभु जी। आपके इन सामर्थ्य वचनों के लिए हम आपका धन्यवाद करते हैं प्रभु। खासतौर से आपके दास के लिए धन्यवाद प्रभु। उनके साथ मिलकर एक और बार सेवकाई का आपने मौका हमें दिया, हम आपका धन्यवाद करते हैं। आपके दास को, उनके परिवार को, उनकी सेवकाई, उनकी नौकरी, सब कुछ हम आपके हाथों में समर्पित करते हैं। उन्हें अपने लहू के तले छिपा के रख प्रभु, अपनी महिमा के लिए इस्तेमाल कर, बहुतों के लिए एक आशीष का कारण बना प्रभु जी। और खासतौर से इस जून को परमेश्वर, इसके परमेश्वर पीछे प्रभु जी सेवा करने वाले प्रभु, मेहनत करने वाले आपके दास के लिए, परिवार के लिए, उनकी सेवकाई के लिए भी हम आपका धन्यवाद देते हैं। आए हुए सब लोगों के लिए धन्यवाद। सबको बहुत आयत से आशीष दे। हम सबको प्रभु आपके वचन में प्रभु बने रहने में मदद कर, सहायता कर। उसके लिए जरूरी अनुग्रह और सामर्थ्य से हम सबको भर प्रभु। सारा आदर, सारी महिमा हम आपके नाम को देते हैं प्रभु, यीशु मसीह के नाम से मांगते हैं, आमेन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु मसीह के दूसरे आगमन तक होती रहे।